ഈ അച്യുതൻ നായർ വിശ്വസ്തനായിരിക്കും. ഒരു പൈസ പോലും മോഷ്ടിക്കാത്ത ആളായിരിക്കും. ഈ വലിയ വീട്ടിലെ ഒരു അംഗത്തെ പോലെയാണ് ഞാനും എന്ന് സ്വയം വിശ്വസിച്ച് അഭിമാനിച്ച് നടക്കുന്ന ആളായിരിക്കും. വീട്ടിലുള്ള ഇപ്പോൾ അദ്ദേഹത്തിൻ്റെ വ്യക്തിപരമായ ചെലവുകളൊക്കെ, ഭക്ഷണം, വസ്ത്രം, അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ഈ പറഞ്ഞ വീടുകളിൽ നടക്കുമായിരിക്കും. പക്ഷേ അതിനുമപ്പുറം ഈ അച്യുതൻ നായരെ പറ്റി നമ്മൾ ആലോചിക്കുമ്പോൾ അതിനുമപ്പുറം വല്ലതും അച്യുതൻ നായർക്ക് നടക്കാറുണ്ടോ? ഇപ്പോൾ നമ്മളൊരു ചോദ്യം ചോദിക്കുകയാണ്, മിസ്റ്റർ അച്യുതൻ നായർ, ഇതാണോ നിങ്ങളുടെ ജീവിതം? അതായത് കേണൽ മേനോൻ എന്ന് പറയുന്ന ആൾ മിലിറ്ററിയിൽ നിന്ന് വരുമ്പോൾ കൊണ്ടുവരുന്ന യൂണിഫോം തുണിയുടെ ബാക്കിയുണ്ടല്ലോ, അത് വെച്ച് നിങ്ങളുടെ മക്കൾക്ക് ട്രൗസർ നിങ്ങൾ തയ്പ്പിക്കുന്നു. കേണൽ മേനോൻ എന്ന് പറയുന്ന ആൾ മരിച്ചു പോകുമ്പോൾ നിങ്ങൾ നെഞ്ചത്തടിച്ച് നിലവിളിച്ച് കരഞ്ഞ് വലിയ പ്രശ്നം ഉണ്ടാക്കുന്നു. കേണൽ മേനോൻ്റെ മകളായ ശ്രീദേവിയെ നിങ്ങൾ വളർത്തുന്നു. അതിനുമപ്പുറം നിങ്ങൾക്ക് സ്വന്തമായി ഒരു ജീവിതമുണ്ടോ എന്ന് വെച്ചാൽ, നിങ്ങൾക്ക് കേണൽ മേനോനെ പോലെ തന്നെ കണ്ണും മൂക്കും ചെവിയും എല്ലാം ഉണ്ട്. പക്ഷെ എന്തുകൊണ്ട് നിങ്ങൾ കേണൽ മേനോനായില്ല? അപ്പോൾ നിങ്ങൾ പറയുമായിരിക്കും, കേണൽ മേനോനെ പോലെ പഠിക്കാനും അതുപോലെ വളരാനുമുള്ള സാമ്പത്തിക ശേഷി എനിക്കില്ലാത്തത് കൊണ്ട് ഞാൻ കേണൽ മേനോനായില്ല എന്ന്. പക്ഷെ അത് എന്ന് പറയുന്നത് ഒരു ശരിയായ ഒരു മറുപടിയല്ല മിസ്റ്റർ അച്യുതൻ നായർ. അതായത് പണമില്ലാതെ തന്നെ വളരെ കഷ്ടപ്പെട്ട് എത്രയോ കിലോമീറ്ററുകൾ നടന്ന് പഠിച്ച് ഇന്ത്യൻ പ്രസിഡൻ്റ് വരെയായ ഒരാളുണ്ട് കേരളത്തിൽ. അദ്ദേഹമാണ് KR നാരായണൻ എന്ന് പറയുന്ന ആൾ. അദ്ദേഹത്തിന് അത്രയും കഷ്ടപ്പാട് അനുഭവിച്ചിട്ടുള്ള ആൾക്കാർ വളരെ ചുരുക്കമായിരിക്കും പഠിക്കാനൊക്കെ ആയിട്ട്. ഇപ്പോഴത്തെ പ്രസിഡൻ്റായ APJ അബ്ദുൽ കലാം എന്ന് പറയുന്ന ആൾ ചിലപ്പോൾ ശ്രീ KR നാരായണൻ അദ്ദേഹത്തെക്കാൾ കൂടുതലോ വളരെ കൂടുതലോ കഷ്ടപ്പെട്ട് ഇന്ത്യൻ പ്രസിഡൻ്റായ ആളാണ് എന്ന് വേണേൽ പറയാം. അപ്പോൾ ഇന്ത്യൻ പ്രസിഡൻ്റ് എന്ന് പറയുന്ന പോസ്റ്റ് ഒന്നേ ഉള്ളൂ. എല്ലാവർക്കും ഇന്ത്യൻ പ്രസിഡൻ്റ് ആവാൻ പറ്റും എന്ന് പറയാൻ പറ്റില്ല. പക്ഷേ ഒരു സംഗതി ഉണ്ടല്ലോ, ഇന്ത്യൻ പ്രസിഡൻ്റ് ആയില്ലെങ്കിലും ജീവിത വിജയം എന്ന് പറയുന്ന ഒരു സംഗതി ഉണ്ടല്ലോ അച്യുതൻ നായരെ. ജീവിതത്തിൽ നിങ്ങൾ വിജയിച്ചോ? ജീവിത വിജയം എന്ന് പറയുന്നത് നമ്മുടെ സ്വന്തം കാര്യങ്ങൾ നമുക്ക് തന്നെ തീരുമാനിക്കാൻ പറ്റുന്ന ഒരവസ്ഥയാണ് ജീവിത വിജയത്തിൻ്റെ ഒരു മുഖം. അച്യുതൻ നായരോട് ഞാൻ ചോദിക്കുന്നു, മിസ്റ്റർ അച്യുതൻ നായർ, നിങ്ങൾക്കത് സാധിച്ചോ? നിങ്ങളുടെ കാര്യങ്ങൾ നിങ്ങൾക്ക് സ്വയം തീരുമാനിക്കാനുള്ള അവസ്ഥ ഉണ്ടാക്കിയെടുക്കാൻ നിങ്ങൾക്ക് സാധിച്ചോ? അപ്പോൾ അച്യുതൻ നായർ തലകുനിച്ചു. ഞങ്ങളുടെ നാട്ടിലുള്ള മുമ്പത്തെ ഒരു ഏവറേജ് മനുഷ്യൻ എങ്ങനെയാണെന്നുള്ളത് ഞാൻ പറയാം. ഇപ്പോൾ ഒരു പ്രധാനപ്പെട്ട കാര്യത്തിന് അല്ലെങ്കിൽ ഒരു റേഷൻ കാർഡിൻ്റെ ഇഷ്യൂ, ഒരു ബേസിക്കായിട്ടുള്ള ഒരു ആവശ്യമാണല്ലോ. അതിനുവേണ്ടി സിവിൽ സപ്ലൈസ് ഓഫീസറെ കാണാൻ പോകണം എന്ന് വിചാരിക്കുക. അപ്പോൾ കാണാൻ പോകണം എന്നുള്ളത് നമുക്കറിയാം. അപ്പോൾ ഒരു ദിവസം അയാളെ നമ്മൾ കാണുകയാണ്. അല്ല ബാലേട്ട, നമ്മൾ സിവിൽ സപ്ലൈസ് ഓഫീസറെ കാണാൻ പോയോന്ന് ചോദിക്കും. അല്ല, ഞാൻ പോയില്ല, അത് പിന്നെ പോകാമെന്ന് ചോദിച്ചു. അത് പോകാത്തത്? അല്ല, നമ്മളിപ്പോൾ അങ്ങനെ അവിടെ പോകാമെന്ന് പറയുമ്പം നമ്മൾ ഈ സിവിൽ സപ്ലൈസ് ഓഫീസർ എന്നൊക്കെ പറയുന്ന അവരൊക്കെ ഭയങ്കര തിരക്കും ഇതൊക്കെ ഉള്ളത്. നമ്മളതിൻ്റെ ഇടയിൽ ചെന്നിട്ട് നമ്മുടെ ഒരു കാര്യം അവരോട് പറയാമെന്ന് പറഞ്ഞപ്പോൾ അവരെ ഒരു ബുദ്ധിമുട്ടിക്കലാവില്ലേ? അല്ല, നമ്മുടെ കാര്യം എന്ന് വെച്ചാൽ നമ്മുടെ കാര്യത്തിന് ഇപ്പോൾ അയാളെ കാണണമെന്നുണ്ടെങ്കിൽ അയാളെ കണ്ടല്ലേ പറ്റുള്ളൂ. അല്ല, അതെ, കാണാവുന്നതാണ്, എന്തായാലും കാണും. പക്ഷെ നമ്മൾ ഈ തിരക്കിൻ്റെ ഇടയിൽ എന്ന് വെച്ചാൽ ശരിക്കും പറഞ്ഞാൽ ഇതൊന്നുമല്ല സംഭവം. അതായത് ഒരു ഓഫീസറെ അദ്ദേഹത്തിൻ്റെ ഓഫീസിൽ ചെന്ന് കാണാനുള്ള ഒരു ധൈര്യക്കുറവ് എന്ന് പറയുന്നത്. അപ്പോൾ അവിടെ ഓഫീസർക്ക് ചിലപ്പം ഇയാളെ സംസാരിക്കുന്നതോ അല്ലെങ്കിൽ ഈ വന്ന കാര്യം നടത്തി തരാൻ താല്പര്യമില്ലാതെ എന്തെങ്കിലും കയർക്കുമോ എന്നൊക്കെയുള്ള, എന്ന് വെച്ചാൽ അങ്ങനെയുള്ള ഉദ്യോഗസ്ഥന്മാരൊക്കെ കയർക്കാൻ വേണ്ടി ദേഷ്യപ്പെടാൻ വേണ്ടി നിൽക്കുകയാണ് എന്നുള്ള ഒരു തോന്നൽ. പിന്നെ അടിസ്ഥാനപരമായിട്ടുള്ള മടി, ഒരു ബോൾഡ് സ്റ്റെപ്പ് ജീവിതത്തിൽ വെക്കാനുള്ള എന്തോ ഒരു തടസ്സം. ഇപ്പോൾ ഈ അച്യുതൻ നായരുടെ കാര്യം, അച്യുതൻ നായരോട് നമ്മൾ ചോദിക്കുകയാണ്, അച്യുതൻ നായരെ, നിങ്ങളുടെ ജീവിത ലക്ഷ്യം എന്താണ്? അപ്പോൾ അച്യുതൻ നായർ വളരെ വിനയാന്യതനായിട്ട് പറയും, ഒരു തട്ടും മുട്ടും ഇല്ലാതെ ഇങ്ങനെ അങ്ങ് പോകണം. അതെ, അത്രയേ ഉള്ളൂ അച്യുതൻ നായരുടെ ഉദ്ദേശം എന്ന് പറയുന്നത്. ഒരു തട്ടും മുട്ടും ഇല്ലാതെ ഇങ്ങനെ അങ്ങ് പോകണം. പല അച്യുതൻ നായന്മാരും ഇങ്ങനെ സ്വന്തം ജീവിതത്തെ
ചുരുക്കിക്കളയാണ് ചെയ്യുന്നത്. എന്നുവെച്ചാൽ തട്ടും മുട്ടും ഇല്ലാതെ ഒരു എസ്കേപ്പ് റൂട്ട് ഒന്നുമില്ലാതെ, ജീവിതത്തിലെ പ്രധാനപ്പെട്ട കാര്യങ്ങളെ ഒന്നും അഭിമുഖീകരിക്കാതെ, ഒരു തട്ടും മുട്ടും ഇല്ലാതെ ഇങ്ങനെ അങ്ങ് പോവുക. അത് മാത്രമേ അച്യുതൻ നായരും അതുപോലെ ചിന്തിക്കുന്ന ആളുകളും ആലോചിക്കുന്നുള്ളൂ. അപ്പോൾ അങ്ങനെ ചിന്തിച്ചിരുന്നു എങ്കിൽ ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ ശ്രീ KR നാരായണനും ശ്രീ APJ അബ്ദുൽ കലാമിനും ഇന്ത്യയുടെ പ്രസിഡൻ്റ് ആവാൻ സാധിക്കുകയില്ലായിരുന്നു.